പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ബുദ്ധിമുട്ടിലായി അമേരിക്ക. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇറാനെതിരെ ആക്രമണം നടത്തുന്ന ഓരോ നിമിഷവും US സേന വെല്ലുവിളികൾ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിലെ സൈനിക വെല്ലുവിളികളെ നേരിടാനും നിർണായക സാങ്കേതിക വിദ്യകളിലെ നിക്ഷേപം ത്വരിതപ്പെടുത്താനും എതിരാളികളെക്കാൾ മുന്നിലെത്താനും അമേരിക്കൻ സായുധ സേനയ്ക്ക് ഫണ്ട് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 1.5 ട്രില്യൺ US പ്രതിരോധ ബജറ്റ് അഭ്യർത്ഥന അംഗീകരിക്കണമെന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ചൊവ്വാഴ്ച US സെനറ്റിനോട് ആവശ്യപ്പെട്ടു. പ്രതിരോധ വകുപ്പിനുള്ള ഭരണകൂടത്തിന്റെ അനുബന്ധ ധനസഹായ അഭ്യർത്ഥനയെക്കുറിച്ച് സെനറ്റ് അപ്രോപ്രിയേഷൻസ് കമ്മിറ്റിക്ക് മുമ്പാകെ യുദ്ധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനൊപ്പം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കെയ്ൻ പറഞ്ഞു, നിങ്ങളുടെ സഹായവും പിന്തുണയും അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. ഭാവിയിലെ സൈനിക വെല്ലുവിളികളെ നേരിടാൻ അമേരിക്കയുടെ സായുധ സേനയ്ക്ക് 1.5 ട്രില്യൺ US ആവശ്യമാണ്. ഈ സപ്ലിമെന്ററി അതിന്റെ ഒരു ഭാഗമാണ്. സൈനിക ഉദ്യോഗസ്ഥർ, പ്രവർത്തനങ്ങൾ, പരിപാലന ചിലവുകൾ എന്നിവയ്ക്കായി മൂലധനം ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നും നിർണായക സാങ്കേതിക വിദ്യകളിലെ നിക്ഷേപം ത്വരിതപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ എതിരാളികളെക്കാൾ മുന്നിൽ നിൽക്കേണ്ടത് നിർണായകമാണ്. സമയം കഴിയുന്നതിന് മുൻപ് നമുക്ക് ഫണ്ടുകൾ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1940 മുൻ US ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ജോർജ് C. മാർഷൽ നടത്തിയ പരാമർശങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് കെയ്ൻ പറഞ്ഞു. 1940 ജൂലൈ 22 ജനറൽ ജോർജ് C. മാർഷൽ പറഞ്ഞു, ഏകദേശം 20 വർഷമായി ഞങ്ങൾക്ക് എല്ലാ സമയവും ഉണ്ടായിരുന്നു, മിക്കവാറും പണവും ഇല്ലായിരുന്നു. ഇന്ന് നമുക്ക് എല്ലാ പണവുമുണ്ട്, സമയവുമില്ല. ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മെ കണ്ടെത്തുന്നത് എന്നതിനാൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് ശക്തമായി പ്രതിധ്വനിക്കുന്നു. അവസരത്തിന്റെ ചാലകത്തിൽ ആവശ്യമായ ഫണ്ട് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നത്. അതേസമയം സമയം ഇപ്പോഴും നമ്മുടെ ഭാഗത്തുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ അന്തരീക്ഷത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ഒന്നിലധികം മേഖലകളിലും അമേരിക്ക സൈനിക വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും കെയ്ൻ പറഞ്ഞു. മധ്യപൂർവ്വദേശത്തും യൂറോപ്പിലും പസഫിക്കിലും ആണവേതര വെല്ലുവിളികളുടെയും തീവ്രവാദ ഭീഷണികളുടെയും ഒരു ആഗോള പട്ടിക അമേരിക്ക നേരിടുന്നു. നമ്മുടെ എതിരാളികൾ അവരുടെ താൽപര്യങ്ങൾക്കായി ഒത്തുചേരുന്നു. ഒന്നിലധികം മേഖലകളിൽ ഒരേ സമയം വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. അവർ ബുദ്ധി, പോരാട്ടശേഷികൾ, സാങ്കേതിക വിദ്യ എന്നിവ പങ്കിടുന്നു. യുദ്ധത്തിന്റെ വേഗത ത്വരിതപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ കെയ്ൻ കൂട്ടിച്ചേർത്തു. കൃത്രിമ ബുദ്ധിയിലും സ്വയംഭരണ സംവിധാനത്തിലുമുള്ള പുരോഗതി യുദ്ധത്തെ പരിവർത്തനം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധത്തിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അമേരിക്കക്കാർ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സാങ്കേതിക വിദ്യയിലെ പുരോഗതി അടിസ്ഥാനപരമായും തിരിച്ചെടുക്കാനാവാത്ത വിധം നമ്മുടെ പോരാട്ട രീതിയെ മാറ്റുകയാണ്. ഇത് അമേരിക്കൻ സൈന്യത്തെ ശരിയായി ആയുധമാക്കാൻ മൂലധനം ആവശ്യമാണ്. AI ദ്രുതഗതിയിലുള്ള പുരോഗതിയും സ്വയംഭരണ സംവിധാനങ്ങളും നമ്മുടെ ദേശീയ പ്രതിരോധത്തിന് നിർണായകമായ സാങ്കേതിക നേട്ടങ്ങൾ നൽകുന്നു. അതേസമയം ലോകമെമ്പാടും അഭൂതപൂർവമായ തന്ത്രപരമായ ദുർബലതകളും അനിശ്ചിതത്വവും സൃഷ്ടിക്കുന്നു. ഇതിവിടെ സ്വന്തം നാട്ടിൽ ഉൾപ്പെടുത്തുന്നു. താങ്ങാനാവുന്നതും എല്ലായിടത്തും ആളില്ലാ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്ന കുറഞ്ഞ തടസ്സം നമ്മുടെ എതിരാളികൾ, തെമ്മാടികൾ, സംസ്ഥാനേതര പ്രവർത്തകർ, അക്രമാസക്തരായ തീവ്രവാദികൾ എന്നിവർക്ക് വിനാശകരവും മാരകവുമായ സാങ്കേതിക വിദ്യകൾ വലിയ തോതിൽ ലഭ്യമാകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഉക്രൈനിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഭാവി പോരാട്ടങ്ങളിൽ ഈ പോരാട്ടത്തിന്റെ ഘടകങ്ങൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധനസഹായ അഭ്യർത്ഥനയെ പിന്തുണച്ചുകൊണ്ട് ഹെഗ്സത്തിനെ ശക്തിയിലൂടെ സമാധാന പാക്കേജ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തിയിലൂടെയുള്ള സമാധാന പാക്കേജാണിത്. 1.5 ട്രില്യൺ US എപ്പോഴും ഉദ്ദേശിച്ചിരുന്നത് അതാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.